ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അതുകൊണ്ട് നമുക്ക് ഓഫീസൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ അക്കോമഡേഷനിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കാലിക്കട്ട് ഒന്നൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എൻ്റെ സാറും മാമൊക്കെ ഇവിടെയുള്ള കുറച്ച് സ്പോട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ടൈം ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ബീച്ചിൽ പോകാനാണ് കേട്ടോ പ്ലാൻ. ബീച്ചിൽ രാവിലെ കുറച്ച് സ്നാക്സും നമ്മുടെ കല്ലുമ്മക്ക ഫ്രൈ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കുറച്ച് സ്നാക്സും അടിപൊളിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് രാവിലെ. അപ്പോൾ ഞാൻ ഇറങ്ങി. ഇനി നമുക്ക് SM സ്ട്രീറ്റിൽ പോകണം, പിന്നെ കുറച്ച് ഫുഡ് സ്പോട്ടൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് മതി. പക്ഷെ മഴ നേരിയതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ കുടയില്ല, അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്കിപ്പോൾ നോക്കിയിട്ട് ചെയ്യാം. സോ എൻ്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണും. സോ സ്റ്റേ ട്യൂൺഡ്. സോ അപ്പോൾ നമ്മുടെ അക്കോമഡേഷനിൽ തൊട്ടപ്പുറം തന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടുത്തെ വാച്ച്മാൻ്റെ അടുത്ത് നിന്ന് കുടയൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ അതേ പൊക്കോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ രാവിലെ 6 മണിക്കൊക്കെ ഇവിടെ ബീച്ചിൽ ഫാമിലിയൊക്കെ ഉണ്ടാകും. എന്താ ഇവിടെ നൈറ്റൊക്കെ ലൈവാണെന്നാണ് കേട്ടോ ബീച്ചിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനപ്പോൾ ഒരു പ്രാവശ്യം ഞാനും അക്കും നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് തലശ്ശേരി പോണ വഴി കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ അതായത് അക്കോമഡേഷൻ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബീച്ച്. പിന്നെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയായിട്ട് വരും SM സ്ട്രീറ്റും. അപ്പോൾ ഇവിടുന്ന് വലിയ ലോങ്ങൊന്നും അല്ല, എല്ലാം ഇങ്ങനെ നിയർ ബൈ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോക്ക് പോകാനുണ്ട്, ഓട്ടോക്ക് പോയി നോക്കാം. ഇന്ന് മഴയായതുകൊണ്ട് ഫാമിലീസൊക്കെ കുറവായിരിക്കും, എന്നാലും നമുക്ക് നോക്കാം. അങ്ങനത്തെ ഓട്ടോ കിട്ടി പോയിക്കൊണ്ടിരിക്കണേണ്. സോ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്പോട്ടിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഇവിടെ കുറച്ച് എന്താ പറയുക, മോർണിംഗ് തന്നെ ബീഫ് വരട്ടിയതും പിന്നെ ബീഫിൻ്റെ എന്തോ ചില്ലി അങ്ങനെന്തോ പറഞ്ഞു, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ അരിപ്പത്തിരി പിന്നെ ബീഫ് ചില്ലിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ബീച്ചിൽ ഇന്ന് നിറച്ച ആൾക്കാരുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഓക്കെ, ഇതെന്താണ് ബീഫ്? ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. ബീഫ് ചില്ലി. ചില്ലി അല്ലേ? പിന്നെ വറുത്തതുണ്ട്, സെമി ഗ്രേവിയായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എന്താണ് ഇവിടുത്തെ മെയിൻ ബീഫ്. ശരി. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ബീഫ് ചില്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടുത്തെ ബീഫ് ചില്ലിയും, ഇതാണ് കേട്ടോ ബീഫ് ചില്ലിയും പിന്നെ പത്തിരിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നമ്മളവിടുത്തെ പോലത്തെ പത്തിരിയല്ല, നല്ല കട്ടിയുള്ള പത്തിരിയാണ് കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾ കണ്ടുവന്നില്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കാലിക്കറ്റിനൊന്നും തലശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ അങ്ങനത്തെ ഒന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു വലിയ കുളമുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാനൊക്കെ വേണ്ടിയിട്ട്. അവിടെ വന്നേക്കുവാണ്.
പിന്നെ രാവിലെ തന്നെ ബീച്ചിൽ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടും അല്ലാതെ പല പല ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു അത്ര ആൾക്കാരില്ലെന്നാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ എന്തോ ചെറിയൊരു പ്രോഗ്രാമും ഉണ്ടായിരുന്നു, ഡാൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ഒറ്റക്കാണെങ്കിൽ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പോൾ ആ ഒരു വൈബൊക്കെ കിട്ടണം. ആരും ഇല്ലാതെ ആകുമ്പോൾ നമുക്ക് അത്ര രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിന്ന് വന്ന മെയിൻ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ കാലിക്കട്ടിലെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് കുറച്ച് സ്പോട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളൊരു സ്പോട്ടായിരുന്നു നമ്മൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നോക്കിക്ക് ക്രൗഡായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഫാമിലീസും അല്ലാതെയും പിന്നെ ജോഗിങ് ആ ഒരു ബീച്ചിൻ്റെ ഫസ്റ്റ് എൻഡിൽ ജോഗിങ്ങിനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഫാമിലീസും കാര്യങ്ങളും. ഇതിന് ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോളുണ്ട്, അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഹായ്. പിന്നെ കുറച്ച് അങ്ങ് നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ചെറിയൊരു കട കണ്ടു. ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്നാക്സ് ഒക്കെ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 6 മണി മുതൽ ഇവിടെ എന്താ പറയുക ഫുൾ ലൈവ് ഓൺ ആണെന്നാണ് പറഞ്ഞേക്കണത്. പക്ഷേ ഇന്ന് ആകെ ഇങ്ങനത്തെ 3 കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് കല്ലുമൊക്കെ ഫ്രൈ ആണ് കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഷെല്ലി തന്നെ വെച്ചിട്ടുള്ള ഫ്രൈ ഞാൻ കഴിച്ചിട്ടില്ല. ഷെല്ലിൽ നിന്നൊക്കെ മാറ്റി മസാല തേച്ച് ഫ്രൈ ചെയ്തതേ എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ കല്ലുമക്ക ഫ്രൈ. പിന്നെ ഇവിടെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഓരോരോ ഷോപ്സ് അല്ലെങ്കിൽ ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. ബലൂണ്ടി ആണെങ്കിലും പിന്നെ ബീച്ചിലുള്ള ചെറിയ ചെറിയ ഷോപ്സൊക്കെ തുറന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അപ്പുറത്ത് ഒരു എന്താ പറയുക ബ്രിഡ്ജ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോയിട്ട് ഇരിക്കാൻ, കാരണം ഭയങ്കര രാവിലെ അല്ലേ, എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഇനി SM സ്ട്രീറ്റിലൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര രാവിലെ തന്നെ SM സ്ട്രീറ്റും തുറക്കില്ല. ഒരു 10-11 മണിയോട് അടുപ്പിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതേ ബീച്ച്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതൊക്കെ ഉപ്പിലിട്ടൊക്കെ വെക്കില്ലേ, അങ്ങനത്തെ കടകളാണ്. പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല, അടുപ്പിച്ചുണ്ട് ഇവിടെ അതൊക്കെ. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഐസ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കട്ടെ രാവിലെ തന്നെ എങ്ങനെയാണ് കടയൊക്കെ തുറക്കുവാണെങ്കിൽ കഴിക്കാമെന്ന്. അപ്പോൾ അതെ നമുക്കിത് കാണുമ്പോൾ തന്നെ ഉപ്പിലിട്ടത് കാണുമ്പോൾ തന്നെ പുളി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വായിന്ന് വെള്ളം വരും. ഞാൻ കഴിച്ചതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവർ രാവിലെ തന്നെ വന്നിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ബീച്ചിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, ഉപ്പിലിട്ട് എന്തോ കഴിച്ചിട്ട് എന്തോ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് രാവിലെ തന്നെ വന്ന് വെള്ളം മാറ്റിയിട്ടുണ്ടായി. ഇവിടെ ചെക്കിങ്ങിന് വരുമെന്നാണ് അവർ പറഞ്ഞു വെച്ചത്. പിന്നെ കുറച്ച് നേരം ഞാനിവിടെ ഒന്ന് റിലാക്സ് ആയി ഇരുന്നിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് വീട്ടിലേക്കൊക്കെ എനിക്കൊന്ന് വിളിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ബാക്കിൽ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പിന്നെ എന്നാ ഇരിക്കണതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ഡാൻസും നടക്കുന്നുണ്ട്, പ്രാക്ടീസ് പോലെ നടക്കുന്നുണ്ട്. അതും ഇൻഡിപെൻഡൻസ് ഡേയുടെ ആണ് കേട്ടോ. പിള്ളേർ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നല്ലതായിരുന്നു കാണാനൊക്കെ, എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ ടൈം അപ്പോൾ ഒരു 10:30 മണിയോടൊക്കെ അടുപ്പിച്ചായിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ കടകളൊക്കെ തുറന്ന് വന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഇനി SM സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഇവിടുത്തെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് തന്നെ ഞാൻ മാങ്ങയായിരുന്നു മേടിച്ചിട്ടുണ്ടായത്. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് വീണ്ടും കഴിക്കണമെന്നുണ്ടായി. പക്ഷേ വയറ്റിൻ്റെ പണികളൊക്കെ ഉണ്ടല്ലോ, നാളെ ഇനി ഓഫീസുള്ളതാണ്. പിന്നെ അവിടെ ഒറ്റക്കാണ് താമസിക്കണത്, എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് വെച്ചാൽ ഒരെണ്ണമായിരുന്നു ഞാൻ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഉപ്പിലിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാട്ടി കൂടുതൽ ഇഷ്ടം അക്കൂക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കാണുമ്പോൾ അക്കൂക്ക് കഴിക്കണമെന്ന് തോന്നും. പിന്നെ അടുത്തത് ഇവിടുത്തെ ഐസായിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായത്. കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഫാമിലി ആയിട്ടൊക്കെ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഐസ് ട്രൈ ചെയ്യണം. ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്വീറ്റ് ആയിട്ടുള്ള ഐസായിരുന്നേ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ സ്പൈസി ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് കളറൊക്കെ ആയിട്ട് വരും, നമ്മുടെ ബീട്രൂട്ടിൻ്റെ എസൻസും പിന്നെ അതിൻ്റെ മിക്സൊക്കെ കൂട്ടിയിട്ടിട്ട് ഒരു വൈലറ്റ്, അതാണ് കാണാൻ വീഡിയോയിലൊക്കെ അതാണ് കാണാൻ ഭംഗി. പക്ഷെ ഞാൻ സ്വീറ്റ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പൈസി അങ്ങനെ കഴിക്കില്ല, എനിക്ക് എപ്പോഴും സ്വീറ്റാണ് എനിക്കത് കംഫർട്ട് കിട്ടുന്നത്. അങ്ങനെ അത് കഴിച്ചും, അതും നല്ലതായിരുന്നു. നമ്മൾ പെട്ടെന്ന് കഴിക്കണം, അപ്പം നമുക്ക് കടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ അത് ഐസ് പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റായി പോകുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ, ഒരു ഉപ്പിലിട്ട പൈനാപ്പിളും കഴിച്ചു. സോ ഇപ്പോൾ ടൈം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇനി നെക്സ്റ്റ് പോണത് SM സ്ട്രീറ്റിലാണ്. രാവിലത്തെ ആ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വെയിൽ തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. വെയിലാകുമ്പോഴാണല്ലോ കുറച്ചും കൂടെ നല്ലത്. മഴയത്ത് കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ പോവാന്ന് വെച്ചാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി SM സ്ട്രീറ്റിൽ പോയത് ഇവിടെ അടുത്ത് തന്നെയാണ്, ഇപ്പം തന്നെ എത്തും.
അങ്ങനെ ഞാൻ SM സ്ട്രീറ്റിൽ എത്തിയപ്പോൾ തന്നെ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. എല്ലാ ഷോപ്പിലും അത്യാവശ്യം ക്രൗഡ് തന്നെയായിരുന്നു. ഇവിടുത്തെ കളക്ഷൻ വൈസ് പറയുകയാണെങ്കിൽ ചില വെസ്റ്റേൺ ടോപ്പിൻ്റെയൊക്കെ ഷോപ്സ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകും ഓരോ ടോപ്പും കാര്യങ്ങളൊക്കെ കണ്ടാൽ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഒരു പേർപ്പിൾ കളർ, ഒരു ഫുൾ ആയിട്ട് വന്ന ഒരു ടോപ്പ്. ഇതിൻ്റെ ബനിയൻ ടൈപ്പാണ് മെറ്റീരിയൽ. സ്ലീവ് ഒക്കെ ആണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. ഇവിടുത്തെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. ചില ഷോപ്പ് മാത്രം. ബാക്കി ചിലതിലൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതായി വന്ന ഒരു ഷോപ്പ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്രോപ്പ് ടോപ്സ് ഒക്കെ കിട്ടില്ലേ, ക്രോപ്പ് ടോപ്സും പിന്നെ ഇതേപോലെ വെസ്റ്റേൺ ടൈപ്പ് ചെറിയ ടോപ്പൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ചെറിയ ടോപ്പ് ഭയങ്കര ഇഷ്ടമുണ്ടോ. അപ്പോഴത്തേക്കും ഞാൻ അക്കൂനെ വിളിച്ച് പറയായിരുന്നു, ഇവിടുത്തെ നമുക്ക് കണ്ണെടുക്കാമല്ലോ, ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാകും. അപ്പോൾ അക്കൂർ ഇഷ്ടമുള്ളത് നോക്കിയെടുത്തോന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ പല സെക്ഷനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ഒരു ഫ്ലോറൽ ടൈപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഫ്ലോറൽ ടൈപ്പൊക്കെ എനിക്ക് ഒരുപാടുള്ളതാണ് കേട്ടോ. പക്ഷേ കളക്ഷൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ബാക്കി ടീഷർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ലെങ്തായി വന്നതും അല്ലാത്ത ടൈപ്പും ടീഷർട്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഷർട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യോടെ തന്നെ ഇവിടെ നിന്ന് ഞാൻ ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 4 ഷർട്ട് എന്തോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു, നല്ല അടിപൊളിയാണ്. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ എൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു ഈ ഒരു ഷോപ്പിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഷോപ്പിൽ ഇതേപോലെ എനിക്കാണെങ്കിൽ കുർത്ത അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം എല്ലാം ചെറിയ ടോപ്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വന്നത്. കുർത്തിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ലെങ്തായിട്ട് തന്നെ കുർത്തയും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഈ ഒരു സെറ്റ് നോക്കി. ഇതിന് 350 റുപ്പീസാണ് കേട്ടോ. ഇതിൻ്റെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കുർത്ത പ്ലസ് പാൻസ് അങ്ങനെ തന്നെയാണ്, സെറ്റാണിത്. ഷോളില്ല, ജസ്റ്റ് കുർത്ത. ഇത് നോക്ക്, എല്ലാം 350 റുപ്പീസാണ് കേട്ടോ. ഇങ്ങനെ വരും, ഡിസ്പ്ലേയിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. കുർത്തയൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിലേക്കും പിന്നെ ഐഷാക്ക കൂടെ സിസ്റ്ററിനൊക്കെ വേണം ടോപ്പ് നല്ലതുണ്ടെങ്കിൽ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉള്ളതൊക്കെ ഞാനിങ്ങനെ നോക്കി ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. കാരണം ഇവിടെ നമുക്കിങ്ങനെ ഫോട്ടോ എടുത്ത് നിൽക്കാൻ സമയമില്ല. ഫോട്ടോ എടുത്ത് ആ ഒരു നമ്മൾ എന്താണോ ആ മെറ്റീരിയൽ കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴേക്കും ആൾക്കാർ വന്ന് അത്ര റഷായിരുന്നു. നമുക്കിനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമ്മൾ എടുക്കണില്ലെങ്കിൽ അത് അവർക്ക് തന്നെ കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം ആൻറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ആൻറ്റിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടത് പറയാമെന്ന്. അപ്പോൾ അവർക്കായിരിക്കും ടോപ്പൊന്നും ഇഷ്ടമായിട്ടുണ്ടായില്ല. ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂടുതൽ റേറ്റും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അവർക്കൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് ഇതേപോലെ ബാഗിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ എനിക്ക് ഒരു ഷോൾഡർ ബാഗ് പോലത്തെ ഒരു ബാഗ് വേണമായിരുന്നു. ഷോൾഡർ ബാഗ് അല്ല, ഒരു ചെറിയ ഹാൻഡ് ബാഗ് പോലത്തെ. നമുക്ക് എവിടെയെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട്, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് എവിടെയെങ്കിലൊക്കെ നമുക്ക് പോകുമ്പോൾ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ കുറച്ച് സ്ലിപ്പേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിലും സ്പെഷ്യൽ ഷോപ്പാണ്. ഇതിന് ഷൂവിന് മാത്രം ഒരു ഷോപ്പ്, സ്ലിപ്പേഴ്സിന് മാത്രം ഒരു ഷോപ്പ്, അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നോക്കി. എനിക്കൊരു ഷൂ നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് മീൻസ് അറ്റത്തുനിന്ന് കണ്ടപ്പോൾ നല്ലതായിരുന്നു. പിന്നെ അടുത്തുനിന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. ഷൂ ഒന്നും അങ്ങനെ മേടിച്ചിട്ടുണ്ടായില്ല. പക്ഷേ എല്ലാം കാണാൻ നമുക്കിങ്ങനെ എല്ലാം കാണുമ്പോഴത്തേക്കും നല്ലതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ വേണ്ടിയിട്ട് ഓരോന്നും. പിന്നെ അടുത്തത് ഈ ഒരു ഷോപ്പിലായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായത്. ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ഞാൻ റീൽസിലൊക്കെ ഒരുപാട് കണ്ട ഒരു ഷോപ്പായിരുന്നു. ഇവിടെ എല്ലാത്തിനും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇതിനൊക്കെ 20 രൂപയുള്ളൂ ഈ കീ ചെയിനൊക്കെ. പിന്നെ ഇവിടുത്തെ നമ്മുടെ ജുംക്കാക്കിയില്ലേ, കമ്മലിനൊക്കെ 30 രൂപയുള്ളൂ. അങ്ങനത്തെ എല്ലാം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പാണ്. പക്ഷേ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബില്ലിൻ്റെ അവിടെ. എനിക്ക് ഈ ക്ലിപ്പൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഇതിനൊക്കെ 20 റുപ്പീസ് 30 കൂടിപ്പോയ 50 അത്രയൊക്കെ ഉള്ളൂ. എല്ലാം ഭയങ്കര ചീപ്പായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. കാണാനും നല്ലതായിരുന്നു. നമുക്ക് ജസ്റ്റ് യൂസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര കോസ്റ്റ്ലി സംഭവങ്ങളൊന്നും വേണ്ടല്ലോ. കാണാനും നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, അത്രയും ക്യൂ കണ്ടപ്പോഴത്തേക്ക് ഇത് നമുക്ക് കമ്മലൊക്കെ 30 രൂപ ഉള്ളൂ ഇവിടെ ഉള്ള എല്ലാം. എനിക്കൊരു സിൽവറിൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നല്ലെങ്കിൽ മേടിച്ച് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ തന്നെ കൊടുക്കും. ഞാനങ്ങനെ ഹാങ്ങിങ് എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. മെയിൻലി ഞാൻ ഫ്രണ്ട്സിനാണ് കേട്ടോ കൂടുതൽ കൊടുക്കാറ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ടപ്പോൾ ഞാൻ തീർത്തന്നെ കൊടുത്തു. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. കൂടുതൽ അവളാണ് ഇങ്ങനത്തെ ഹാങ്ങിങ് ഒക്കെ ഇടുന്നത്. പക്ഷെ നോക്കിയപ്പോഴത്തേക്കും ബില്ലിങ്ങിൻ്റെ അവിടെ നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റില്ല. അത്രയും ക്യൂ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 1 മണിക്കൂർ നമുക്ക് സേവ് ചെയ്യാൻ തോന്നും. അത്ര റഷായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ റീൽസ് കണ്ടിട്ട് ഈ ഷോപ്പിൽ നമ്മുടെ SM സ്ട്രീറ്റിൽ ഈ ഒരു ഷോപ്പ് എല്ലാവരും വിസിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ടൈം ഒരു 2:30 2:45 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്രയും നേരം ഈ വെയിലത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ നടപ്പായിരുന്നു. കുട ഉണ്ടെങ്കിൽ കൂടി കുട എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഒന്നാമത് കയ്യിൽ നിറച്ച് കവറ്, പിന്നെ ബാഗിലും കുറേ സാധനങ്ങൾ, അതിൻ്റെ ഇടയിൽ കുടയും കൂടെ പിടിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കുട പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുള്ള് വെയിലിനാൻ കൊണ്ട് നല്ല ടാൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസൊക്കെ നോക്കുമ്പോഴത്തേക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 3 മണിയോടൊക്കെ അടുപ്പിച്ചായി. ഞാനപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരഗണിലായിരുന്നു വന്നിട്ടുണ്ടായത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെയും ഭയങ്കര തിരക്ക്. നമ്മൾ ഒരാളിൻ്റെ സീറ്റിൽ ഇങ്ങനെ പുറകിൽ നിൽക്കണ്ടൊക്കെ ഇങ്ങനെ വരില്ല, അതേപോലെ അത്ര റഷ്യായിരുന്നു കേട്ടോ പാരഗണിലും. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നേക്കണത്. അങ്ങനെ ഞാനപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ടായത്. ഇവിടുത്തെ നമ്മുടെ സാധാ മീൽസും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ നേരത്തെ മീൽസ് വേണ്ട, എനിക്ക് എപ്പോഴും നോണിനോടും ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ എൻ്റെ ബിരിയാണി എത്തിയിട്ടുണ്ടായി. അതിൻ്റെ കൂടെ ചമ്മന്തി, പിന്നെ പുളി, പിന്നെ നമ്മുടെ സാലഡ് അത്രയായിരുന്നിട്ടുണ്ടായിരുന്നത്. നല്ല യമ്മിയായിരുന്നു. നമുക്കറിയാമല്ലോ പാരകളുടെ ടേസ്റ്റ് അറിയാം. ഇവിടുത്തെ കുറച്ചും കൂടെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ട് എൻ്റെ മാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊച്ചിയിലുള്ള നിങ്ങളുടെ പാരഗണും ഇവിടത്തെയും കമ്പയർ ചെയ്ത് നോക്കി ടേസ്റ്റ് വൈസ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടുത്തെ പാരഗണൊക്കെ അങ്ങനെ മാറുമോ, നമ്മളങ്ങനെ മാറുമോ എന്നൊക്കെ അതിന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ വേറൊരു ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഒന്നും കൂടെ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ഇങ്ങനെ എന്താ എവിടെയെങ്കിലും ഇനി പോയിട്ടൊന്നും കിടന്നാൽ മതി എന്നായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ വെള്ളമൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് കട്ടിയായിട്ട് തോന്നാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അതേ കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് കരിക്ക് കഴിക്കണേക്കാട്ടി കൂടുതൽ കരിക്കിൻ്റെ വെള്ളം കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. എത്ര കുടിച്ചാലും എനിക്ക് മതിയാവില്ല, അത്ര ഇഷ്ടമാണ് കരിക്കിൻ്റെ വെള്ളം. എനിക്ക് തോന്നുന്നു ഇപ്പോഴിപ്പോൾ ഒരു കരിക്കിന് 50 രൂപയാണെന്ന് തോന്നുന്നു. ഞാൻ എന്താ പറയുക, സ്കൂളിൽ പഠിക്കുന്ന സമയം മുതല 20 രൂപ 30 രൂപയായി 40ആയി അങ്ങനെ ഞാൻ സ്ഥിരം കുടിക്കാറുള്ള ഒരാളാണ്. അങ്ങനെ കുറച്ചല്ല ഒരു കരിക്കും കുടിച്ചു. അതിൻ്റെ ഉള്ളിലൊന്നും എനിക്ക് കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അപ്പം പറഞ്ഞു വെട്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞു ആ ചേട്ടൻ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തിട്ടൊക്കെ എടുത്ത്. ഇത് കുറച്ച് കട്ടിയായിരുന്നു. എനിക്ക് കഴിക്കണമെങ്കിൽ തന്നെ ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടില്ല, എങ്കിലൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല. കുറച്ച് വെള്ളം, ഒരു നേരിയൊരു നമ്മുടെ ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ അതേ എനിക്ക് ഇഷ്ടമുള്ളൂ. ഇതെനിക്ക് അത്ര ഇഷ്ടമില്ല. സോ ഇന്നത്തെ എൻ്റെ എല്ലാ പർച്ചേസിങ്ങും കറക്കമൊക്കെ കഴിഞ്ഞാൽ തിരിച്ചെത്തി. ശരിക്കും എൻജോയ് ചെയ്തട്ടോ. ഒറ്റക്കാണെങ്കിലും അടിപൊളിയായിരുന്നു. ഇനി വേഗം ഫ്രഷ് ആവട്ടെ, ഫ്രഷ് ആയിട്ട് വരാം. ഇനി ശരിക്കും നോക്കിക്കാം, ശരിക്കും ടാനായിട്ടോ, കണ്ടോ, ശരിക്കും ടാനായി. ഫുൾ വെയിലായിരുന്നു. ഞാനൊരു 11:30 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൈം ഒരു 3:45 അത്ര നേരവും അവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ കുറച്ച് സമയമായിരുന്നു. സോ ഇനി വേഗം ഫ്രഷ് ആവട്ടെ. ആകെ ഇങ്ങനെ വെയിലൊക്കെ ആയിട്ട് വേർത്തൊക്കെ ഇരിക്കണം. ഫുൾ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാൻ. മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വലുതായിട്ട് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല, ചെറിയ 2-3 ഐറ്റംസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഹായ്. അപ്പോൾ ഇന്നെന്തായാലും ഇന്നത്തെ ഒരു ഡേ ഞാൻ ശരിക്കും മാക്സിമം അടിച്ചു പൊളിച്ചൂടെ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ഓഫും കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റിയത്. ശരിക്കും കഴിഞ്ഞ വർഷം നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഓഫൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീക്കും ഞാൻ വിചാരിച്ചു ഓഫൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്നായിരുന്നു HR ഓഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ഏതായാലും ഇവിടം വരെ വന്നല്ലോ. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എൻ്റെ സാറും മാമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഫുഡ് സ്പോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിലാണ് ഞാൻ പോയി വന്നത്. കുളിച്ച് ഫ്രഷായി ഇതൊക്കെ ശരിക്കും ടാനായിട്ടാണ്. ഒരു 2-3 മണിക്കൂർ വെയിലായിരുന്നില്ല. എൻ്റെ കൈ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് വാച്ച് കെട്ടിയ പോർഷനില്ലേ, ഇത്രയും ഭാഗം വേറെ കളറും ഇത് രണ്ടും വേറെ കളറും. ക്യാമറയിൽ അത് മനസ്സിലാവണ്ടോ എന്നുള്ള കാണുന്നുണ്ടോ, ഇവിടെ വേറെ കളറും ഇവിടെ വേറെ കളറും അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. ഇപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു പുതിയ കുട്ടി അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാളെ നമ്മുടെ ഓഫീസിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളാണ്. പാലക്കാടിൽ നിന്ന് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി വേറെ ഡിന്നറും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പേരയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പേരയ്ക്ക് 2 ഞാനെടുത്ത് അതെല്ലാം കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വരാൻ നേരത്തുള്ള മറ്റേ കരിക്കുണ്ടല്ലോ അതും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും മതി. കാരണം ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഫുൾ എൻ്റെ ഫുഡ് സീരീസ് ആയിരുന്നു സത്യം പറയാനാണെങ്കിൽ. ഞാൻ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ. നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു ഓഫല്ലേ. ഹലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്
ഇനി കുറഞ്ഞ് വീട്ടിലേക്കും അക്കുവിനെയും വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നാളെ ഫ്രൈഡേ അല്ലേ, നാളെ മോർണിംഗ് ഇനി ഓഫീസിൽ പോകണം. ഇന്നത്തെ ആ ഒരു വെയിലത്ത് നടന്നതിൻ്റെ ചെറിയ തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നത്തെ വീഡിയോനെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്കിപ്പോൾ പുതിയ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.